ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്നൊരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരിക്കും. അത് മാത്രമല്ല, ആ സിനിമയുടെ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റിന് മുകളിൽ പോയി നിൽക്കും. ഈ പാട്രിയോട്ട് എന്ന് പറയുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ മമ്മൂക്ക സിനിമ അനൗൺസ് ചെയ്ത സമയം മുതൽക്ക് തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ പടത്തിന് ഹൈപ്പ്. അതായത് ലാലേട്ടൻ്റെയോ മമ്മൂക്കയുടെയോ അവർ അഭിനയിക്കുന്ന ഇൻഡിവിജ്വൽ മൂവീസ് ഉണ്ടല്ലോ, ആ പടത്തിന് അത്രയും പോലെ ഹൈപ്പ് ഈ മൂവിക്ക് കിട്ടുന്നേ ഇല്ല. വൈ എനിക്കറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല. ഒരു ആ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ടീസർ അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ ഈ ഒക്ടോബർ 2-ാം തീയതി വരുന്നു എന്ന് പറയുമ്പോൾ പോലും സോഷ്യൽ മീഡിയ വലിയ ഓളൊന്നും ഇല്ല. ലാലേട്ടൻ മമ്മൂക്കയെ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയാണോ നമ്മുടെ പ്രതീക്ഷ? അല്ലേ അല്ല. എന്തായാലും പടത്തിന്റെ ടീസർ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പടത്തിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഫഹദ് ഫാസിൽ ഇവരൊരുമിച്ച് നിയന്ത്രിച്ചാണ്. ഇവരൊരുമിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലാലേട്ടനും മമ്മൂക്കയാണ്. യൂട്യൂബ് പ്ലേ ബട്ടൺ മമ്മൂക്ക. മമ്മൂക്കൊക്കെ എന്തായാലും 2 ലുക്ക്, ലാലേട്ടനും മമ്മൂക്കും ലാലേട്ടൻ ഓക്കെ. അപ്പം 2 ലുക്കുണ്ട്, മമ്മൂക്കും ലാലേട്ടനും 2 ലുക്കുണ്ട്. കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി ലാലേട്ടൻ പടത്തിലൊക്കെ അഭിനയിക്കോ? അവർ വീണ്ടും ഒന്നിച്ചാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനും മമ്മൂക്കും. ഓ, ഫൈറ്റ് മാഫിയ ശശി, മമ്മൂക്ക ഓക്കെ, നൈസ് ആയിട്ടുണ്ട്. ഓ, ലാലേട്ടൻ്റെ കിൻഡിലടി. ഫാസ്റ്റ് ഫാസ്റ്റിൽ ഫ്ലൈറ്റ് ഒക്കെ പറഞ്ഞു. ഓക്കെ, ഇവരുടെ പഴയ ലുക്ക് പാട്രിയോട്ട്. ആൻഡോ ജോസഫ് പ്രൊഡ്യൂസർ. ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പടം ഈ രീതിയിൽ. പുള്ളിയുടെ പ്രൊഡക്ഷൻ്റെ രീതി അറിയാമല്ലോ. പുള്ളി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈപ്പും ഇല്ലാണ്ട്, അല്ലെങ്കിൽ വലിയ തിയേറ്റർ ചാർട്ടിങ് പോലും ഇല്ലാണ്ടായിരിക്കും പുള്ളി ഇറക്കി വിടുക. എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. കാരണം തീരെ ഹൈപ്പില്ല പടത്തിന്, ഒട്ടുമേ ഹൈപ്പില്ല. ഇപ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ ഒരു പടം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എത്രയോ നാൾക്ക് ശേഷം ഇങ്ങനെ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തിരിക്കുക അവരൊരുമിച്ചൊരു സ്ക്രീനിൽ വരട്ടെ. ഈ 2020 കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു കിക്ക് ഉണ്ട്. അല്ലെ, ഹരികൃഷ്ണൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് ഈ 10-25 വർഷങ്ങൾക്ക് മുന്നേ ഹരികൃഷ്ണൻസ് ഇറങ്ങിയ സമയത്ത് ആ പടം ഉണ്ടാക്കിയ ഓളം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അത്രയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും മമ്മൂക്കയും കൂടെ ഒരു പടത്തിൽ ഒരുമിച്ച് അഭിനയിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ പടത്തിന് തീരെ ഹൈപ്പ് വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സംഭവം? ഇനി ഈ ടീസർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു സ്കാം പരിപാടി പോലെ എന്തൊക്കെയോ ഒരു പ്രോഗ്രാം ലെവൽ, നാഷണൽ ലെവൽ ഒരു പരിപാടി വരികയാണ്. അപ്പോൾ അതിനകത്ത് 2 കാലഘട്ടം ഉണ്ടാവും. ലാലേട്ടനും മമ്മൂക്കയും പണ്ട് വലിയ മെയിൻ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. പിന്നീട് അവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊന്ന് ഒതുങ്ങി അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് ജീവിച്ചു പോവുകയാണ്. ഇപ്പോൾ ഫഹദ് ഫാസിലിന്റെ ഡയലോഗ് ഉണ്ട്, അവർ വീണ്ടും വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്ന അറിയാവോ? ബ്ലാസ്റ്റ്. ഓക്കെ, അവർ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്തൊരു ഫെയ്ത്ത്, വിശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും 2 കാലഘട്ടം ഉണ്ടാകും. അവർ കുറച്ചു കാലം മുന്നേ തീയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ആർക്കും തടുക്കാനായിട്ട് സാധിക്കില്ല. അവർ അത്രയും മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ലാലേട്ടൻ ഡയലോഗ് ഉണ്ട്, ഒരു 3 പേരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. എനിവേ, ഈ പടത്തിൻ്റെ എനിക്ക് BGM ഒക്കെ കേട്ടപ്പോഴത്തേക്കും കുഴപ്പമില്ലെന്നൊക്കെ തോന്നി. വിഷ്വൽസ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. കോടികളുടെ പടമാണ്. എനിക്ക് തോന്നുന്നു 100 CR ഒക്കെ ബഡ്ജറ്റ് വരുന്നൊരു മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നിയോബി അത്രയും ഉണ്ടാവും ഇതിൻ്റെ ബഡ്ജറ്റ്. ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, നയൻതാരയുണ്ട്, മോഹൻലാൽ ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ ഒരു പടം വന്നിട്ട് അതിൻ്റെ എന്തുകൊണ്ട് ഒരു ടീസർ ആണെങ്കിൽ തന്നെയും ഫസ്റ്റ് ടീസർ വരുമ്പോൾ പോലും ഒരു ഓളം സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത്. എനിക്കൊന്ന് മമ്മൂട്ടിയാണ് ഈ പടത്തിൻ്റെ മെയിൻ ലീഡ്. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് റോളാണ്, ഒരു ക്യാമിയോ അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണ് മോഹൻലാൽ ഈ സിനിമയ്ക്കകത്ത്. ഫഹദ് ഫാസിലും എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണ്. എനിക്കൊന്ന് കുഞ്ചാക്കോ ബോബൻ മമ്മൂക്കി ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഈ പടത്തിൽ ഉണ്ടാകുക. ടീസർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് കൊള്ളാൻ തോന്നി. പക്ഷേ ഇത് മതിയോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ മഹേഷ് നാരായണൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ മൂവിയാണെന്നുണ്ടെങ്കിൽ ഈ ടീസർ കാണുമ്പോൾ എനിക്ക് തോന്നും സൂപ്പർ ടീസറാണല്ലോ, നൈസ് ആയിട്ടുണ്ട്, കൊള്ളാമല്ലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ പടത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും കൂടെ വരുമ്പോഴത്തേക്കും ഇത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പോരാ എന്നായിരിക്കും എൻ്റെ ഒരു ആൻസർ. കാരണം ഈ ലെവലല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും വേണമെന്നൊരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലേക്ക് വരും. എനിവേ, പടം നന്നാവട്ടെ. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത പടത്തിൽ മാലിക ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. സി യു സൂൺ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു.
അത്യാവശ്യം നല്ല കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ ആ ലെവൽ നോക്കുമ്പോഴത്തേക്കും എന്തായാലും പുള്ളി പണ്ണട്ടെ, നന്നായിട്ട് തന്നെ പണി ശരിയാക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നെക്സ്റ്റ് ഇയർ പൂജ ഹോളിഡേക്ക് അങ്ങനെ, പൂജയല്ലല്ലോ, നെക്സ്റ്റ് ഇയർ വിഷുവിനാണെന്ന് തോന്നുന്നു ഈ പടത്തിന്റെ റിലീസ് വരിക. ഇനിയും കുറച്ച് ഷൂട്ട് ബാക്കിയുണ്ട്. മമ്മൂക്കയുടെ കുറച്ചധികം പോർഷൻസ് ഷൂട്ടുണ്ട്. മമ്മൂക്ക ജോയിൻ ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ പോർഷൻസ് ഇനിയും ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട്. ഫൈറ്റ് സീൻസ് ആണെങ്കിൽ തന്നെ മാഫിയ ശശിയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ പടത്തിൽ മാഫിയ ശശിയെ പോലെ ആളെ കൊണ്ടാണോ ഫൈറ്റ് ചെയ്യിപ്പിക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. എനിക്കറിയില്ല എന്താണ് ഇതിന്റെ BGM ആണെങ്കിൽ തന്നെ എനിക്കൊന്ന് സുഷിൻ ശ്യാമാണെന്ന് തോന്നുന്നു BGM ചെയ്തിരിക്കുന്നത്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഇതിന്റെ അണിയറ പ്രവർത്തകർ, ഇപ്പോൾ ക്രൂ മെമ്പേഴ്സ് ഉണ്ടല്ലോ, ക്രൂ മെമ്പേഴ്സിന്റെ കാര്യത്തിൽ പോലും നമുക്കൊരു വിശ്വാസം നമുക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ആ പടം മഹേഷ് നാരായണൻ ഓക്കെ, ആൻഡ്രോ ജോസഫിലൊന്നും തീരെ വിശ്വാസവും ഇല്ല. പടത്തിന്റെ പ്രൊമോഷനൊക്കെ ഇപ്പൊ തന്നെ ലോ ലെവൽ പ്രൊമോഷൻസ് ആണ്, അല്ലെങ്കിൽ ഒട്ടും പോരാത്ത പ്രൊമോഷൻസ് ആണ്. എനിവേ പടം നല്ല റിലീസ് ചെയ്യട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോൾ പടത്തിന്റെ ഹൈപ്പ് തീരെ പോരാ, ഇത്രയൊന്നും പോരാ. ഒരു ലാലേട്ടൻ മമ്മൂക്ക പടം എന്ന് പറയുമ്പോഴത്തേക്കും ഇതല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സംഭവം ഇതല്ല എന്ന് അണിയറ പ്രവർത്തകർ ദയവ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.